ഹലോ, ഇന്ന് നമ്മുടെ 9ാമത്തെ ദിവസമാണ് കേട്ടോ. എത്ര പെട്ടെന്നാണ് ദിവസങ്ങളൊക്കെ പോണത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയുള്ള ഒരാഴ്ച കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ എന്തായാലും ഒരാഴ്ച പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല കേട്ടോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. പട്ട് പോയിട്ട് 2 ദിവസമായി. ഇന്നലെ നമ്മൾ എവിടെയും പോയില്ല, മൊത്തം വീട്ടിലിരുന്ന കാരണം ചുണ്ടിന് ഭയങ്കര ബോറടിയാണ്. അപ്പോൾ ഇന്ന് എവിടേക്കെങ്കിലുമൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് പുറത്തിറങ്ങി വന്നപ്പോൾ ഭയങ്കര സൗണ്ട്. അതെന്തോ DMKയുടെ പരിപാടിയാണ് കേട്ടോ. ഇന്നിവിടെ താഴെ ആ ഒരു കോർണറിലായിട്ട് എന്തോ പരിപാടി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒച്ചയും ബഹളമായിട്ട് ചെവി തന്നെ കേൾക്കാണ്ടായിരുന്നില്ല. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ലേറ്റായിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാൻ കഴിച്ചു, അതുപോലെ ചുണ്ട് കഴിച്ചു. ചുണ്ട് ഇങ്ങനെ കുട്ടൂനെങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു ഓരോന്നോരോന്നായിട്ട്. അവൾക്ക് എത്ര കുട്ടൂന് കൊടുത്താലും മതിയാവുന്നില്ല. അങ്ങനെ ഡെയിലി രാവിലെ ചെയ്യുന്ന പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് ഞാൻ ഉച്ചത്തെ ഭക്ഷണം ഇത്തിരി നേരത്തെ കഴിച്ചിട്ടോ. ഒരു 11-15 ആകുമ്പോഴേക്കും ഞാൻ ചുണ്ടിന് ഫുഡ് കൊടുത്തു. ഇന്ന് നമുക്ക് ലഞ്ചിന് ചോറും അതുപോലെ ചേന നമ്മൾ മസാല പോലെ വയ്ക്കുമല്ലോ, നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണ പോലെ മസാല കറി വെക്കില്ലേ, അങ്ങനെ കറി വെച്ചതും പിന്നെ 2 ടൈപ്പ് ഉപ്പേരി ഉണ്ടായിരുന്നേ. ഇവിടെ നമ്മൾ നോർമലി ഒരുപാട് തരം ഉപ്പേരികൾ ഉണ്ടാക്കും. ഒന്ന് പാവയ്ക്ക ഉപ്പേരി, അതുപോലെ ഒന്ന് കോവയ്ക്ക ഉപ്പേരി, പിന്നെ പപ്പടം. ഇത്രയും നേരത്തെ നമ്മൾ ലഞ്ചൊക്കെ കഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടാണ്, നമ്മളിന്ന് പുറത്തു പോകുന്നുണ്ട്. ഇന്ന് നമ്മൾ പുഷ്പ 2 കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് 3 ദിവസമായിട്ട് ചുണ്ടു പറയണ കാര്യമാണ് സിനിമയ്ക്ക് പോകണമെന്ന്. അത് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, സിനിമ തിയേറ്ററിൽ പോയിട്ട് ചീസി പോപ്കോൺ കഴിക്കണം, അവിടെ ഇരുന്ന് കഴിക്കണം എന്നൊരാഗ്രഹം. ശരി, ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കണതാണെങ്കിൽ നമുക്കത് സാധിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പുഷ്പ 2 ടിക്കറ്റ് എടുത്തത്. ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇവിടുന്ന് പോകുമ്പോഴേ പുഷ്പ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ, പുഷ്പ എന്നുള്ള സോങ്ങൊക്കെ പാടിയിട്ടാണ് പോകുന്നത്. നമുക്ക് 12:50 മൂവി. അവിടെ പോയിട്ട് ഞങ്ങളൊരു ചീസി പോപ്കോണൊക്കെ ഓർഡർ ചെയ്തു, ഒരു കോക്കൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ വേഗം ഉള്ളിലോട്ട് കയറി. പുഷ്പ കാണാൻ ചാടി തുള്ളി പോയ ആളാണ് കേട്ടോ. ഇൻ്റർവെല്ലാവുന്നതിന് മുമ്പേ അവൾ ഉറങ്ങി. പോപ്കോണൊക്കെ കാലിയാക്കിയിട്ടാണ് കേട്ടോ ഉറങ്ങിയത്. ഓരോ ആളുകളും എന്തൊക്കെയാണ് കയ്യിൽ വാങ്ങിക്കൊണ്ടിരുന്നതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ മൂപ്പരാളും. അതുകൊണ്ട് തന്നെ ഐസ്ക്രീം കണ്ടപ്പോൾ എനിക്ക് ഐസ്ക്രീം വാങ്ങി തരണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയ കാരണം ഇൻ്റർവെൽ ടൈമിൽ ഞങ്ങൾക്ക് അതൊന്നും കഴിക്കാൻ പറ്റിയില്ല. സിനിമ കണ്ട് പുറത്തിറങ്ങിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. പിന്നെ സിനിമേനെക്കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് അതിലെ പാട്ടുകളൊക്കെ ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി, നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. നമുക്കിങ്ങനെ കണ്ടിരിക്കാനുള്ള സിനിമയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് താഴെ വന്ന് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ലൈറ്റ് കത്തണ വാച്ച് നോക്കി അവൾ വാങ്ങിയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ആ വാച്ച് ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ തീർത്ത് കൊടുത്തതിൻ്റെ സന്തോഷം തീർക്കാൻ വേണ്ടിയിട്ട് എന്നെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് കേട്ടോ, ഒരുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു വീഡിയോ ചെയ്യാൻ പോവാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് ഞാൻ അമ്മേനെ ഒരുക്കി തരാമെന്ന് പറഞ്ഞിട്ട് ചീർപ്പൊക്കെ എടുത്ത് എന്നെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.